ഇന്ന് നമുക്ക് കുറച്ച് വാഫിൾസ് ഉണ്ടാക്കാം. ഇത് കണ്ടോ, ഇതെന്താ എന്നാ ഇംഗ്ലീഷുകാരുടെ ഫുഡാണ്. ഇംഗ്ലീഷുകാർ മാത്രമേ കഴിക്കാവൂ, നമുക്ക് കഴിച്ചുകൂടെ? നമ്മളെന്ത് എന്നും ഈ ചോറും ചാമ്പാറും ദോശയും ചപ്പാത്തിയും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് ഉണ്ടാക്കിക്കൂടെ? ഇത് സിമ്പിളാണ്. ഒന്നും ഇല്ലാത്ത ദിവസം നമുക്ക് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമുക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് ഇംഗ്ലീഷുകാരാകണ്ടേ. ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റോ ഒരു ഡിന്നർ നമുക്കിങ്ങനെ ഡിഫറൻ്റായിട്ട് ഒരു സാധനം ഒന്ന് ഉണ്ടാക്കി നോക്കാം. അതൊന്നും ഉണ്ടാക്കാം. വാ, ഇതിന് കൂട്ടാൻ വന്നിട്ടൊന്നും വേണ്ട. നമ്മളിതിൻ്റെ പുറത്ത് ഒന്നീ ഹണി ഇടും, അല്ലെങ്കിൽ നമ്മുടെ ഇതില്ലേ നമ്മുടെ ക്രീം, അതിട്ട് കഴിക്കും. അതിന് ഞാൻ ഒരു ഗോതമ്പൊടി എടുത്തു, ഒരു അരക്കപ്പ്, ഈ കപ്പിന് അരക്കപ്പ് ഗോതമ്പൊടി, ഒരു കപ്പ് മൈദ. അത് നമുക്ക് ഇഷ്ടമുള്ള റേഷ്യോയിൽ എടുക്കാം. ഗോതമ്പൊടി തന്നെ എടുക്കാം, മൈദ തന്നെ എടുക്കാം, ഗോതമ്പ് മൈദ ഓരോ കപ്പ് എടുക്കാം, നമുക്ക് ഇഷ്ടം പോലെ. അതിനകത്ത് കുറച്ചൊരു അര സ്പൂണ്, ചെറിയ സ്പൂണ്, അര സ്പൂണ് ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ആദ്യം ഈ പൊടികളെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മൈദ ഇതും എല്ലാം കൂടെ ഒന്ന് ബേക്കിംഗ് പൗഡർ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് മിക്സിക്കകത്തോട്ട് പഴം, അത് ഏത്തക്കയാണെങ്കിലും ഏത് പഴമായാലും കുഴപ്പമില്ല, പച്ചപ്പഴമോ മഞ്ഞപ്പഴമോ ഏതെങ്കിലും ഒരു പഴം. ഈ മാവ് സോഫ്റ്റ് ആകാൻ ഈ പഴം അടിക്കുന്നത്. ഒരു 3 ചെറിയ പഴം ഞാനിട്ടു. മിക്സിക്കകത്തോട്ട് എല്ലാം കൂടി ഇങ്ങനെ അടിച്ചുകൊണ്ട് വരിക. 2 മുട്ട, പക്ഷേ ഈ മുട്ടയൊക്കെ റൂം ടെമ്പറേച്ചർ ആയിരിക്കണം, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ വെക്കല്ലേ. 2 മുട്ട ഇട്ടു, അത് പൊട്ടിച്ചൊഴിച്ചു. ഒരു പഞ്ചസാര, അത് നമുക്ക് മധുരത്തിന് ആവശ്യത്തിന്. ഈ പഴത്തിന് മധുരമുണ്ട്, ഷുഗറുകാരൊന്നും പറഞ്ഞാൽ അധികം വേണ്ട. ഒരു സ്പൂണ് വാനില എസൻസ്, ആ മുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒരു സ്പൂണ് വാനില എസൻസ് ഒഴിച്ചു. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അടിക്കാം. അതൊന്ന് അടിച്ചുകൊണ്ട് വന്നിട്ട് അതിനകത്തൊരു ഇച്ചിരി സൺഫ്ലവർ ഓയിൽ, ഒരു 4 സ്പൂൺ ഓയിൽ, അല്ലെങ്കിൽ ഒരു ബട്ടർ ഇട്ടാലും മതി. അതെല്ലാം മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ഈ പൊടി, നമ്മളെടുത്ത് വെച്ച പൊടികൾ വിടുക. പൊടികൾ വിട്ടിട്ട് ഒന്നുകൂടെ നമുക്ക് ഇളക്കിക്കൊണ്ട് വരാം. എന്നിട്ട് 1 കപ്പ് പാല് നമ്മൾ ഈ ഇതെടുത്തതിന് ഇപ്പം 3/4 കപ്പ് ഒഴിച്ച് നമുക്ക് അരിച്ച് നോക്കാം, അടച്ച് നോക്കാം, പിന്നെ വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിക്കാം. അതെല്ലാം കൂടെ ഒന്ന് അഴിച്ച് ദാണ്ട് മാവ് ഇങ്ങനെ ആക്കിയെടുത്തു. എല്ലാം കൂടെ മിക്സിക്കകത്തോട്ട് ഒറ്റ അഴി അടിച്ചിട്ട് മാവ് ഇങ്ങനെ ആക്കി. ഇനി അതിട്ട് ഇളക്കണ്ട, ഇതിട്ട് വേണ്ട, സ്പൂണിട്ട് ഓൾറെഡി ഇളകി, കട്ടയൊന്നുമില്ല. മിക്സിക്കകത്ത് അടിച്ചുകൊണ്ട് കട്ടയൊന്നുമില്ല. നമ്മളങ്ങനെ ഇളക്കിയെടുത്തു. മാവ് ഇച്ചിരി കട്ട് ചെയ്ത് ഇനി ഒരു 10 മിനിറ്റ് വെച്ചേക്കാം. ആ മാവൊന്ന് ഇതാവട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ ആ സാധനം നമ്മുടെ വാഫിൾസ് ഉണ്ട്. ഞാൻ ഈ കമ്പനി ഓൺലൈനിൽ വാങ്ങിച്ച, അതിൻ്റെ കമ്പനിയുടെ പേരൊന്നും കാണുന്നില്ല, ഓൺലൈനിൽ വാങ്ങിച്ച. ഇത് 4 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്, 8 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്, 10 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ 1 എണ്ണം ഉണ്ടാക്കുന്നതാണ് വാങ്ങിച്ചത്. നമ്മൾ ചെറിയ കുടുംബമല്ലേ, 1 എണ്ണം ഉണ്ടാക്കുന്നതാണ് വാങ്ങിച്ചത്. അത് നമ്മൾ കുത്തി ഓൺ ചെയ്തിട്ട് നമ്മൾ അതിനകത്തൊരു കുറച്ച് എണ്ണ, ആ വാഫിൾ മെഷീനകത്തൊരു ശകലം എണ്ണ ഇട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക, ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ അങ്ങനെ ഒട്ടത്തില്ല, എന്നാലും ഒരു സേഫ് സൈഡ്. ഇതിപ്പോൾ ലൈറ്റ് കത്തി, ആ ലൈറ്റ് കത്തി കഴിയുമ്പം ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ മാവ് അതിനകത്തോട്ട് ഒഴിക്കുക. നമ്മളപ്പമൊക്കെ ഉണ്ടാക്കുന്ന മാതിരി ആ മാവ് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ നിറച്ച് വേണം, കുറച്ച് വേണം, ഒത്തിരി അല്ല, അത് വേകുന്ന മാതിരി. എന്നിട്ടത് ആ ഓണിൽ കറണ്ടേ ഇരിക്കുക. 1 മിനിറ്റ് കഴിയുമ്പോൾ അത് തന്നെ ഇങ്ങനെ വെന്ത് വരും. ഇത്രയേ ഉള്ളൂ സംഭവം. കണ്ടോ, നല്ലതായിട്ട് റോസ്റ്റായി, നല്ലതായിട്ട് പൊങ്ങി വന്നു. ഇതാണ് നമ്മുടെ ഇംഗ്ലീഷുകാരുടെ വാഫിൾ. നമുക്കും ഉണ്ടാക്കാം. അടുത്തത് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എണ്ണ തടവിയാൽ മതി, എല്ലാത്തിനും ഒന്നും എണ്ണ വേണ്ട. അതുപോലെ എണ്ണയൊന്ന് നല്ലതായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തു. അത് മാവൊഴിച്ചു. ഇനി ഞാൻ ഈ സ്പൂണ് മാറ്റാൻ പോകട്ടെ. ചെറിയ സ്പൂണ് വേണ്ട, നമുക്ക് വലിയ തവിയിട്ടുണ്ടാക്കാം. ഇത് ചുമ്മാ ആദ്യം കലക്കിയ സ്പൂണ്, കഴുകാനുള്ള മടിക്ക് എല്ലാത്തും കൂടെ എടുക്കേണ്ട, അതും കൂടെ എടുത്തത്. അതും വെച്ചു. അതിൻ്റെ ലൈറ്റ് തന്നെ കത്തും. അതുമായി അതും എടുത്തു. അങ്ങനെ 4 എണ്ണമുള്ളതാണെങ്കിൽ നമുക്ക് എളുപ്പം എടുക്കാം. 10 എണ്ണത്തിൻ്റെ ഉണ്ട്, 8 എണ്ണത്തിൻ്റെ ഉണ്ട്, 4 എണ്ണത്തിൻ്റെ ഉണ്ട്. 4 എണ്ണമുള്ളതാണ് നമുക്ക് പെട്ടെന്ന് ഒരേ സമയം കട്ടിയ ടൈം 4 എണ്ണം എടുക്കാം. ഞാൻ സ്പൂണ് മാറ്റി തവിയാക്കി. അപ്പോൾ ഒരു തവി ഒഴിച്ചാൽ മതി. ആ ലൈറ്റ് തന്നെ ഓഫാകും. തന്നെ ഇപ്പോൾ മഞ്ഞ ലൈറ്റുണ്ട്,
അത് തന്നെ ഇക്കടെങ്ങൊരു ശബ്ദം കേൾക്കും. ഇട്ടിട്ട് ഓഫാകും. ഓഫായി കഴിയുമ്പോൾ നമുക്കെടുക്കാം. ഇപ്പോൾ തന്നെ ലൈറ്റുണ്ട്. ലൈറ്റ് ഓഫായി കഴിഞ്ഞപ്പോൾ ഞാനെടുത്തു. ലൈറ്റ് ഇക്കടെങ്ങ് കേട്ടു, ഓഫായി തന്നെ വേകും. കണ്ട് എല്ലാം വെന്തു. നമുക്കൊന്നുകൂടെ വേണമെങ്കിൽ വെക്കാം. ഇത് ക്രിസ്പി ആകത്തില്ല, നല്ല സോഫ്റ്റായിട്ടാണ് വരുന്നത്, കേക്ക് പോലെ, അല്ലാതെ എണ്ണയ്ക്കകത്ത് വറക്കുന്ന പോലെയല്ല. അടുത്തതും അതുപോലെ ഇങ്ങനെ കോരി ഒഴിച്ച് നമുക്കുണ്ടാക്കിയെടുക്കാം. ഇത് ഓരോന്നായതുകൊണ്ട് ഇച്ചിരി നേരം ഓരോന്നിനും ഓരോ മിനിറ്റ് ആകും. 4 എണ്ണം ഉള്ളതാണെങ്കിൽ 8 എണ്ണം ഉള്ളതാണെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഒരു ട്രയൽ നോക്കാൻ വാങ്ങിച്ചത്. അങ്ങനെ നമ്മുടെ വാഫിൾ